കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അതിന്റെ മൂർധന്യത്തിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായിരുന്നല്ലോ ഇന്ന്. ഇന്നത്തോടെ സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമായി. എത്ര സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്? 140 മണ്ഡലങ്ങളിലായി. ഈ ചിത്രമാണ് ഇന്നിപ്പോൾ വ്യക്തമായിരിക്കുന്നത്. സ്ഥാനാർത്ഥി നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന ദിവസം, അതിന്റെ സമയം 3 മണിക്ക് കഴിഞ്ഞപ്പോൾ 890 സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ മത്സര രംഗത്തുള്ളത്. ഈ സ്ഥാനാർത്ഥികൾ ഇനി ഇതിൽ നിന്ന് കുറയുകയില്ല. കാരണം ഇവർക്കെല്ലാവർക്കും ചിഹ്നം അനുവദിച്ചു കഴിഞ്ഞു. ഇനി ആരെങ്കിലൊക്കെ പിന്തുണ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രഖ്യാപിക്കുകയാണെങ്കിലും ഇവരെ ലിസ്റ്റിൽ ഇവരുടെ പേരുണ്ടാകും എന്നത് ഉറപ്പാണ്. അപ്പോൾ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായി. 140 മണ്ഡലങ്ങളിലായി 890 സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ മത്സരരംഗത്തുള്ളത്. സ്ഥാനാർത്ഥി നോമിനേഷൻ പിൻവലിക്കുന്ന പ്രക്രിയ പൂർത്തിയായപ്പോഴാണ് ഈ ചിത്രം വ്യക്തമായത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ മണ്ഡലത്തിലും വ്യക്തമായ പോരാട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ പേരാവൂർ മണ്ഡലത്തിലാണ് ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. അത് 11 പേരാണ്. അതേസമയം മാനന്തവാടി വയനാട് ജില്ലയിലെ മണ്ഡലത്തിലാണ് 3 സ്ഥാനാർത്ഥികൾ മാത്രം മത്സരിക്കുന്നത്. 3 മുന്നണികളുടെ 3 സ്ഥാനാർത്ഥികൾ മാത്രമേ മാനന്തവാടിയുള്ളൂ. ഇന്നലെ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞപ്പോൾ 985 സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇന്ന് പിൻവാങ്ങിയത് 95 പേരാണ്. ഇതില് നമ്മളെ സ്ഥാനാർത്ഥികളും ഡമ്മികളും ഇതിലുണ്ടാവും കേട്ടോ. ഏതെങ്കിലും കാരണവശാൽ പത്രിക തള്ളുകയാണെങ്കിൽ ഡമ്മി സ്ഥാനാർത്ഥി ഉണ്ടാവുമല്ലോ. അവരൊക്കെ ഇന്ന് ഈ പത്രിക ഒക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും പിൻവാങ്ങും. അതാണ് ഈ 95 പേര് ഇന്ന് മാത്രം പിൻവലിച്ചു. ഇപ്പോൾ മത്സര രംഗത്ത് 890 സ്ഥാനാർത്ഥികളാണ് 140 മണ്ഡലങ്ങളിലായി നമുക്കുള്ളത്. സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായതോടെ ചിഹ്നം അനുവദിച്ചു തുടങ്ങി. പല പ്രമുഖ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ പാർട്ടി മുന്നണികളുടെ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട്. ചില പാർട്ടികളും ചില കൂട്ടായ്മകളും ഒക്കെയായിട്ട് അവർക്കൊന്നും പ്രതീക്ഷിച്ച ചിഹ്നം കിട്ടാത്തവരുമുണ്ട്. പലരും ഫ്ലെക്സുകളൊക്കെ തയ്യാറാക്കി ചിഹ്നം ഒക്കെ വരച്ചു കിട്ടും എന്ന് ഉറപ്പുള്ള, കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ചിഹ്നം തന്നെ ഇപ്രാവശ്യം കിട്ടാത്തവരുമുണ്ട്. അപ്പോൾ അത് പല സാങ്കേതിക തടസ്സങ്ങളും അതിലുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ആ ചിഹ്നം കിട്ടാതെ വരുന്നത്. ഏതായാലും അത്ര സ്ഥാനാർത്ഥികളും ഇപ്പൊ കിട്ടിയ ചിഹ്നം ഇനി എന്താണെങ്കിലും അതുമായി മുന്നോട്ട് പോകുക തന്നെ നിവൃത്തിയുള്ളൂ. ഇലക്ഷൻ കമ്മീഷൻ ഏത് ചിഹ്നമാണോ അനുവദിച്ചത് അതുമായി മുന്നോട്ട് പോകുക തന്നെ നിവൃത്തിയുള്ളൂ. അപ്പോൾ പ്രതീക്ഷിച്ച ചിഹ്നം കിട്ടാത്ത പല പ്രമുഖ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമുണ്ട്. പ്രമുഖ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുന്നണികളുടെ പിന്തുണയുള്ള സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ മുന്നണി സ്ഥാനാർത്ഥി തുല്യം തന്നെ. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഏകദേശം കുറച്ച് ദിവസങ്ങളുള്ളൂ, 14-13 ദിവസമാണല്ലോ ബാക്കിയുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിൽ ചിത്രങ്ങളൊക്കെ വ്യക്തമായി. ഇനിയുള്ള ദിവസങ്ങളിൽ പ്രചരണം കണ്ടെക്കും. സ്ഥാനാർത്ഥികളുടെ പര്യടനവും മറ്റുമൊക്കെയായി ഇനിയുള്ള ദിവസങ്ങൾ ഇലക്ഷൻ പ്രചരണം കൊഴുക്കുകയാണ്. അപ്പൊ ഇതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായി. 140 മണ്ഡലങ്ങളിലായി 890 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശേഷങ്ങളും വീഡിയോയും ഒക്കെയായി വീണ്ടും എത്താം. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി വീക്ഷിച്ചതിന് നന്ദി. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാൻ ഉറപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.